ഹലോ ഗായ്സ്, അപ്പം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, നമ്മുടെ ബ്രസീൽ വിത്ത് സ്കോട്ട്ലൻഡ് ഇന്ന് രാവിലെ നടന്ന മത്സരത്തെ കുറിച്ചാണ്. ബ്രസീലിന്റെ നല്ലൊരു വമ്പൻ വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്കോട്ട്ലൻഡ് അത്ര മോശം ടീമൊന്നുമല്ല, യൂറോപ്പിൽ തന്നെ ഏറ്റവും നല്ല ടീമുകളിലൊന്നാണ്. നല്ലൊരു പോരാട്ട വീര്യമുള്ള ടീം തന്നെയാണ്. അതുപോലെ നല്ലൊരു ഫിസിക്കൽ ഗെയിം കളിക്കുന്ന നല്ലൊരു ടീമാണ് സ്കോട്ട്ലൻഡ്. അതുകൊണ്ട് സ്കോട്ട്ലൻഡ് ഒരിക്കലും തന്നെ നമുക്ക് മോശമായി കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നെയ്മർ ഇന്ന് ഇറങ്ങുമോ എന്ന് തന്നെയാണ് രണ്ടാമത്തെ ചോദ്യം. വേണമെങ്കിൽ ഇറങ്ങാമെന്ന് ഉള്ള രീതിയിലാണ് മറ്റേ കോച്ച് സംസാരിച്ച്. അതോ കോച്ച് നെയ്മറിനെ അവസാന മത്സരത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണോ എന്നും അറിയത്തില്ല. കാരണം അവൻ ടീമിലുള്ളത് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ടീമിന് കൊടുക്കുന്നത്. കാരണം കളിയുടെ സ്പീഡ് കൂടും. നല്ലൊരു നല്ലൊരു ടീമിന് തന്നെ ഒരു ഉണർവ് നൽകുന്ന ഒരുത്തനാണ് നെയ്മർ. അതുകൊണ്ട് തന്നെ നെയ്മറിനെ എത്രത്തോളം ഈ കളിയിൽ ഇറക്കുമോ എന്നും അറിയത്തില്ല. കാരണം ഗ്രൂപ്പ് കളിയാണല്ലോ. അപ്പോൾ ഇനി അടുത്ത മത്സരങ്ങളിലേക്ക് പോകുന്തോറും അവർക്ക് ഇവന്റെ സാന്നിധ്യം ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോൾ നെയ്മർ ഇറങ്ങുമോ എന്നും അറിയത്തില്ല. അപ്പോൾ നല്ലൊരു കളി തന്നെ പ്രതീക്ഷിച്ച് ആണ് നമ്മൾ എല്ലാം സ്കോട്ട്ലൻഡ് ബ്രസീലിന്റെ കളിയാണ് ഇരുന്നത്. കളിയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഹാഫ് തുടങ്ങി. ഫസ്റ്റ് ഹാഫ് പ്രതീക്ഷിച്ച പോലെ തന്നെ കാനാറികളുടെ, അതായത് ബ്രസീലിന്റെ നല്ലൊരു പോരാട്ടത്തോടു കൂടിയാണ് കളി തുടങ്ങിയത്. സ്കോട്ട്ലൻഡിന് ആദ്യം പിടിച്ചു നിൽക്കാൻ സാധിച്ചോ എന്ന് തന്നെ നമുക്ക് തന്നെ ഏഴാം മിനിറ്റിൽ തന്നെയാണ് നമ്മുടെ വിനീഷ് ജൂനിയർ നമ്മുടെ ഫസ്റ്റ് വെടി, അതായത് ബ്രസീലിന്റെ ഫസ്റ്റ് വെടി സ്കോട്ട്ലൻഡിന്റെ ബോക്സിലേക്ക് പൊട്ടിച്ചത്. നല്ല നല്ല അടിപൊളി ഗോൾ തന്നെയായിരുന്നു വിനീഷ് ജൂനിയറിന്റെ ഗോള്. എന്താ പറയാ, നമ്മുടെ ഇത് ഒറ്റ അടി കിട്ടിയതോടുകൂടി പിന്നെ തന്നെ അവരുടെ ഏകദേശം സ്കോട്ട്ലൻഡിന്റെ ധാരണകളെല്ലാം തെറ്റിദ്ധരിച്ചു. കാരണം വെച്ചാൽ എങ്ങനെ കയറുമ്പോൾ തന്നെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു തടസ്സം തന്നെ. നമ്മുടെ മാനസികമായി നമുക്കൊരു ടെൻഷൻ ഉണ്ടാകുന്ന പരിപാടി തന്നെയല്ലോ. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു തകർപ്പൻ ക്ലോസ് റേഞ്ചിലൂടെയാണ് നമ്മുടെ വിനീഷ് ജൂനിയർ പന്ത് ഗോൾ വലയിലാക്കിയത്. പിന്നെ അതിന്റെ ഗോളടി അതിന്റെ ക്ഷീണം മാറുന്നതിന് മുമ്പ് തന്നെ 15-ാം മിനിറ്റിലും ഇവര് മറ്റേ ബ്രസീൽ ആക്രമണം തുടങ്ങിയെങ്കിലും നന്നായിട്ട് ആക്രമിച്ചെങ്കിലും അത് നമ്മുടെ അവിടുത്തെ സ്കോട്ട്ലൻഡിന്റെ പ്രതിരോധം അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു. അവർ ഫിസിക്കൽ ഗെയിമൊക്കെ കളിച്ച് അവർ അതൊക്കെ തടയാൻ ശ്രമിച്ചു. അതുകൂടാതെ പിന്നെയും 25-ാം മിനിറ്റ് റോഡിഗയും മാത്യൂസ് കുൻഹയും അവർ നല്ല ടീമുകളാണ് ബ്രസീലിന്റെ. അവർ നല്ലൊരു പാസ് ചെയ്ത് നല്ലൊരു ഗോളിലേക്ക് ശ്രമിച്ചുവെങ്കിൽ നമ്മുടെ സ്കോട്ട്ലൻഡിന്റെ ഗോൾ കീപ്പർ പുള്ളി അടിപൊളിയായിട്ട് തടഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് രണ്ടാമത്തെ ഗോളായിരുന്നു കേട്ടോ. ഗോൾ കീപ്പർ ഒറ്റൊരുത്തൻ കാരണം മാത്രമാണ് അത് രണ്ടാമത് ആവാതെ അവിടെ തന്നെ തടഞ്ഞു നിന്നത്. അങ്ങനെ 1-0 അവസാനിച്ചു. അങ്ങനെ ഒന്നാം പകുതി ഏകദേശം ഒരു മിഡിലേക്ക് കളി വന്നു നിന്നു. കാരണം അങ്ങോട്ട് അധികം നീങ്ങാതെ മധ്യനിരയിൽ തന്നെയാണ് കളി കളിച്ചത്. കൂടുതലും സ്കോട്ട്ലൻഡിന്റെ കൗണ്ടർ അറ്റാക്ക് വരും ബ്രസീലിന്റെ ബോക്സിലേക്ക് വന്നധികം ശ്രമിച്ചെങ്കിലും നമ്മുടെ ഗോൾ കീപ്പറും അവിടുത്തെ ബ്രസീലിന്റെ പ്രതിരോധവും നല്ല പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് സ്കോട്ട്ലൻഡിന് അത്രത്തോളം അങ്ങോട്ട് എത്താൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കളി അവസാനിക്കാറായി. 45 മിനിറ്റ് കിട്ടി. 45 മിനിറ്റ് ആവാറായി. അപ്പോൾ ഒരു 3 മിനിറ്റ് ഇഞ്ചുറി ടൈം നമ്മുടെ റഫറി കൊടുത്തത്. 3 മിനിറ്റ് ഇഞ്ചുറി ടൈമാണ് റഫറി കൊടുത്തത്. അപ്പോൾ 1-0 അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷയിരുന്ന ടൈം തന്നെയാണ് നമ്മുടെ വിനീഷ് ജൂനിയർ പിന്നെയും വേറെ നമ്മുടെ മിഡ്ഫീൽഡ് നല്ല അടിപൊളി മിഡ്ഫീൽഡിൽ നിന്ന് വന്ന നല്ലൊരു ത്രൂ പാസ്സാണ് വിനീഷ് ജൂനിയർ. നല്ല പുള്ളിക്ക് നല്ല അടിപൊളിയാട്ടോ. വളരെ അടിപൊളിയായിട്ട് പുള്ളി ഒറ്റയ്ക്ക് പുള്ളിയുടെ കഴിവും കൊണ്ടാണ് പുള്ളി രണ്ടാമത്തെ ഗോൾ അടിച്ചത്. സ്റ്റേഡിയം ആകെ ഇളകി മറിഞ്ഞു എന്ന് തന്നെ പറയാം. അങ്ങനെ ബ്രസീൽ 2-0 ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത്. 2-0 ഫസ്റ്റ് ഹാഫ്. വിനീഷ് ജൂനിയറിന്റെ വക രണ്ട് വെടിയുണ്ടകൾ എന്ന് തന്നെ പറയാം. അങ്ങനെ അവസാനിച്ചു. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫ് തുടക്കം മുതൽ നമ്മുടെ ഓൾറെഡി ബ്രസീൽ കൈപ്പടയിൽ ഒതുക്കി കഴിഞ്ഞു. കാരണം 2-0 അപ്പോൾ രണ്ട് ഗോൾ വഴങ്ങി കിടക്കുമ്പോൾ സ്കോട്ട്ലൻഡിന് എത്രത്തോളം തിരിച്ചാക്രമിച്ച് അത് ഒന്ന് നോക്കാമല്ലോ. കാരണം സ്കോട്ട്ലൻഡിനെ അടിച്ചേ പറ്റൂ. കാരണം 2-0 ഇപ്പോൾ നടക്കുന്നത്. നല്ല അറ്റാക്കിംഗ് ഗെയിം തന്നെയാണ് നമ്മുടെ സ്കോട്ട്ലൻഡ് കളിച്ചത്. കളി തിരിച്ചു പിടിക്കാൻ അവർ തന്ത്രങ്ങൾ പലതും കാണിച്ചു. പക്ഷേ എന്താ പറയുക, അങ്ങനെ അങ്ങനെ ബ്രസീലിൻ്റെ അടുത്തിട്ട് കയറാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ സ്കോട്ട്ലൻഡ് 55-ാം മിനിറ്റിലാണ് ബ്രസീൽ നല്ലൊരു കളി, നല്ല പാസിലൂടെ നല്ല കയറി വന്നെങ്കിലും അതും സ്കോട്ട്ലൻഡ് തടഞ്ഞു. സ്കോട്ട്ലൻഡ് നല്ല രീതിയിൽ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ബ്രസീൽ പന്ത് കൈവിട്ടില്ല. നല്ല ചെറിയ പാസുകളോടെ ഒരു കൂടുതൽ ആക്രമണത്തിന് മുതിരാതെ ചെറിയ പാസുകളിലൂടെ കളത്തിൽ മൊത്തത്തിൽ ബ്രസീലായിരുന്നു കളം നിറഞ്ഞു നിന്നതെന്ന് തന്നെ പറയാം. അങ്ങനെ 60-ാം മിനിറ്റിലാണ് നമ്മുടെ മൂന്നാമത്തെ ഗോൾ പിറക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ബോക്സിനുള്ളിൽ വെച്ച് നമ്മുടെ മാത്യു കുൻഹ കൃത്യമായ ഫിനിഷിങ്, എന്തും പറയാനില്ല, നല്ല അടിപൊളി ഗോള്. ഒന്നും ചെയ്യാനുണ്ടായില്ല മാത്യു കുൻഹയ്ക്ക്. അങ്ങനെ മൂന്നാമത്തെ ഗോൾ പിറന്നു. അപ്പോൾ 3-0. അങ്ങനെ സ്കോട്ട്ലൻഡിന്റെ വല മൂന്നാമത്തെ പ്രാവശ്യം കുലുങ്ങി. 3-0 3-0 പിന്നെ ഓൾറെഡി 3-0 എത്തിക്കുമ്പോൾ നമുക്കറിയാം ഒരു ടീമിന് എത്രത്തോളം
കോൺഫിഡൻസ് ആയി എന്നുള്ളത്. ഇനി എത്രത്തോളം മറ്റുള്ളവന് കയറി വരാൻ പറ്റും എന്നറിയാം. ഓൾറെഡി 60 മിനിറ്റ് കഴിഞ്ഞു. ഇനി വെറും നിസ്സാര 30 മിനിറ്റും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ നെയ്മർ സബ്സ്റ്റിറ്റ്യൂഷൻ ആരെങ്കിലും ഇറങ്ങുമോ എന്ന്. കാരണം വെച്ചാൽ ഇത്ര നേരമായിട്ട് ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങിയിട്ടില്ല, സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയിട്ടില്ല. ഫസ്റ്റ് ഹാഫിൽ ലൈനപ്പിലും ഉണ്ടായില്ല, സെക്കൻഡ് ഹാഫിൽ ബാക്കപ്പായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലും പുള്ളിനെ കണ്ടില്ല. സെക്കൻഡ് ഹാഫ് ഇപ്പോൾ 3 ഗോൾ അടിച്ച് കിടക്കുമ്പോൾ ഇനി എന്തായാലും ടെൻഷനില്ലാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ കളിക്കാൻ സാധിക്കും. കാരണം വെച്ചാൽ ഓൾറെഡി 3-0 മുന്നിലാണല്ലോ. അപ്പോൾ ഒറ്റയടിക്ക് നല്ലൊരു സമാധാനപരമായിട്ട് പുള്ളിക്ക് അത്രയും അലച്ചിലില്ലാതെ പുള്ളി കളിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് സെക്കൻഡ് ഹാഫിൽ ഇറക്കുമെന്നാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇറക്കണം കണ്ടില്ല. പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ ഓൾറെഡി 3 ഗോളും കൂടി അടിച്ചു. അപ്പോൾ 3 ഗോൾ അടിച്ചപ്പോൾ ഇനി എത്ര ഇറങ്ങും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചു. 68-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഓരോരുത്തർ മാറ്റി തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മുടെ അങ്ങനെ 75-ാം മിനിറ്റിലാണ് നമ്മുടെ മാത്യൂസ് കുൻഹ നമ്മുടെ മൂന്നാമത്തെ ഗോൾ അടിച്ചില്ലേ, അവനെ പിൻവലിച്ചിട്ട് നമ്മുടെ പരിക്കിൻ്റെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പരിക്കിൻ്റെ എന്ന് പറയണ്ട, എന്നും പരിക്കാണ് പുള്ളിക്ക് പരിക്കില്ലാത്തൊരു കളിയില്ല. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന സമയത്ത് പുള്ളിക്ക് പരിക്ക് വരും. അങ്ങനത്തെ കളിയാണ്. അങ്ങനെ പരിക്കിൻ്റെ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നെയ്മർ ജൂനിയർ ആദ്യമായിട്ട് കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ 75-ാം മിനിറ്റിലാണ് നെയ്മർ കളത്തിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ നല്ല കളി എന്ന് പറയാം. 80-ാം മിനിറ്റിൽ പുള്ളി നല്ല രീതിയിൽ തന്നെ ഒരു 80 മിനിറ്റ് കളി തുടങ്ങി പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മിനിറ്റിൽ പുള്ളി നല്ല രീതിയിൽ ആക്രമണം അയച്ചു വിട്ടെങ്കിലും പുള്ളി നല്ല ഫിനിഷിങ് നല്ല കണ്ടതുകൊണ്ട് അടിപൊളിയായിരുന്നു. നല്ല വിനീഷിന് നല്ലൊരു പാസ്സൊക്കെ കൊടുത്ത് താൻ ഫോമിലേക്ക് മടങ്ങി വരിക എന്നൊക്കെ പുള്ളി തെളിയിച്ചു. അങ്ങനെ നല്ല രീതിയിൽ പുള്ളി കളം നിറഞ്ഞ് കളിച്ചു. പുള്ളി ഇറങ്ങിയതോടുകൂടി ഭയങ്കര ഘോഷം എന്താ പറയണേ, ഗ്രൗണ്ട് മുഴുവൻ ഭയങ്കര ഇതായിരുന്നു അതിൻ്റെ അകത്ത്. കാരണം നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പുള്ളി നല്ല ആക്രമണം തന്നെയാണ് പുള്ളി മുടക്കിയത്. അങ്ങനെ 88-ാം മിനിറ്റ് എത്തി. 88-ാം മിനിറ്റിലെത്തിയപ്പോഴും പുള്ളി നമ്മുടെ സ്കോട്ട്ലൻഡ് ഒരു ആശ്വാസ ഗോളിന് വേണ്ടി മാക്സിമം ശ്രമിച്ചെങ്കിലും നമ്മുടെ ബ്രസീലിൻ്റെ ഗോൾ കീപ്പർ പാറ പോലെ ഉറച്ചു നിന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ബ്രസീലിൻ്റെ ഗോൾ കീപ്പർ ആ ഗോൾ അടിക്കാൻ വന്ന ശ്രമവും തടഞ്ഞു കിട്ടു. അങ്ങനെ നമ്മുടെ വിസില് മുഴങ്ങാറായി. അപ്പം 4 മിനിറ്റാണ് ഇഞ്ചുറി ടൈം അനുവദിച്ചത്. അങ്ങനെ 4 മിനിറ്റ് കഴിഞ്ഞു. 4 മിനിറ്റ് കഴിഞ്ഞപ്പോഴും അതേപോലെ തന്നെ 3-0 നമ്മുടെ ബ്രസീൽ വിജയിച്ചു. അങ്ങനെ കളി സ്കോട്ട്ലൻഡിൽ നിന്ന് പോയി 3-0 വിജയിച്ചു. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് നെയ്മറെ കുറിച്ചാണ്. നെയ്മർ വന്ന് ടീമിലുണ്ടാക്കിയ ചലനങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് നെയ്മർ ഉണ്ടാക്കിയത്. നെയ്മർ വളരെ കുറച്ച് സമയമാണ് കളിച്ചതെങ്കിൽ ആ ടീമിന് നല്ലൊരു ആത്മവിശ്വാസം തന്നെ നൽകിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ പുള്ളിയുടെ ചടുലമായ നീക്കങ്ങളും പുള്ളിയുടെ ഡബ്ലിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു. പുള്ളി ടീമിൽ ഇറങ്ങിയപ്പോൾ തന്നെ ടീമിന് ഭയങ്കര ഒരു ഉണർവും ഇതെല്ലാം കിട്ടി. അങ്ങനെ ഇനി അടുത്ത മത്സരങ്ങളിൽ കുറച്ചും കൂടി നേരം ഇവന് ഇറങ്ങാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനി ഇവരുടെ സാധ്യതകളെ കുറിച്ച് നമുക്ക് നോക്കാം ഇനി അടുത്ത്. അങ്ങനെ സി ഗ്രൂപ്പിൽ ഇപ്പോൾ 2 വിജയത്തോടു കൂടി നമ്മുടെ ബ്രസീലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇനി അടുത്തൊരു മത്സരം കൂടെ ഉണ്ട്. അതുകൂടി കറക്റ്റ് കഴിഞ്ഞാൽ ഏകദേശം അടുത്ത ഗ്രൗണ്ടിലേക്ക് ബ്രസീൽ ഉറപ്പിച്ചു കഴിഞ്ഞു ഏകദേശം. ഇനി അടുത്ത മത്സരം കൂടെയും കഴിച്ച് അതുകൊണ്ട് വിജയിച്ച നല്ല ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ ഇവർക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സാധിക്കും ബ്രസീലിന്. മറ്റേ സ്കോട്ട്ലൻഡിന്റെ കാര്യം ഇപ്പൊ ഒത്തിരി സംശയമാണ്. കാരണം വെച്ചാൽ അവരുടെ അവസ്ഥ മോശമാണ്. ഇനി അടുത്ത മത്സരങ്ങളിൽ നല്ല മാർജിനിൽ വിജയിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നല്ല അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. നല്ലൊരു വിജയം അവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം സ്കോട്ട്ലൻഡിനും. അപ്പൊ നല്ലൊരു കളിക്കാരാട്ടോ അവര് സ്കോട്ട്ലൻഡിലെ. അതുകൊണ്ട് തന്നെയാ ഇഷ്ടപ്പെട്ടു. അവരുടെ കളിയൊക്കെ അടിപൊളിയാണ്. അപ്പൊ ബ്രസീലിനും നല്ല അടുത്ത ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇനി വരും മത്സരങ്ങളിൽ നെയ്മറിന്റെ സാന്നിധ്യം കൂടുതൽ സമയം കാണാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ നല്ലൊരു കളി കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഏറ്റവും നല്ല കളിയായിട്ട് എനിക്ക് തോന്നുന്നത് മറ്റേ വിനീഷ് ജൂനിയറിന്റെ തന്നെയാണ്. പുള്ളി തന്നെയാണ് 2 ഗോൾ അടിച്ചു. മാത്യൂസ് കുൻഹ 1 ഗോൾ അടിച്ചു. നെയ്മർ വന്നിറങ്ങി. നെയ്മറിന്റെ നല്ലൊരു ചടുല നീക്കങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാവർക്കും ഒരു വിരുന്ന് തന്നെയായിരുന്നു. ബ്രസീലിന്റെ ആരാധകർ പ്രതീക്ഷിച്ചതെല്ലാം ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരെയും ഒരു നല്ലൊരു 3-0 വിജയിച്ചു. നെയ്മർ ഇറങ്ങി. അപ്പോൾ ഈ നെയ്മർ അടുത്ത കളിയിൽ കുറച്ചും കൂടെ സമയം കിട്ടും എന്ന് ആരാധകർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും. അങ്ങനെ കുറച്ചും കൂടി നേരം അവരുടെ കളി കാണാൻ സാധിക്കും. അപ്പോൾ ഇനി അടുത്ത മത്സരത്തിൽ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ സ്കോട്ട്ലൻഡും പോയി. അല്ലാണ്ട് എന്താ പറയണ സ്കോട്ട്ലൻഡിന്റെ അവസ്ഥ. സ്കോട്ട്ലൻഡ് സങ്കടം തന്നെയാണ്. 3-0 അവർ തോറ്റത്. ഇനി ബ്രസീലിന് നല്ലൊരു ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ അവർ കയറട്ടെ. കളി നന്നായിട്ട് പോകട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാ ടീമിനും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.